Is anybody here or nobody here? Is anybody here or nobody here? ഞാൻ വിചാരിച്ച പട്ടി കയറിയെന്ന് അടുക്കളയിൽ. Mama, no, no. വാട്ട് മാൻ? ഓ അമ്മ ആ മൂളിലാണ്. പറയടേ അങ്ങോട്ട്. അമ്മ 1 സെക്കൻഡ്. ആ അമ്മ അമ്മ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു 20 ലക്ഷം ആകുമ്പോൾ പടവലത്തൊരു വീട് വെക്കുന്നു ആ അല്ലേ? ഇപ്പൊ നമ്മുടെ ഒരു 14 ലക്ഷം എന്തായാലും ആയില്ലേ സേവിങ്സ്? ആ ഇനിയിപ്പോൾ 20 ലക്ഷം ആവാൻ വേണ്ടി കാത്തിരിക്കണോ? ഐ മീൻ നല്ലൊരു ഹോം ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഒരു ഹോം ലോൺ എടുത്താലാ? ഇപ്പൊ നമ്മുടെ ഒരു 14 ലക്ഷം കയ്യിലുണ്ട്, എല്ലാം കൂടി ഒരു 75 ലക്ഷം രൂപയുടെ ഒരു വീട് അങ്ങ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ഹോം ലോൺ എടുത്തിട്ട്? ഇത് പറയണേ ലച്ചു. സിദ്ധുവിന്റെ അടുത്ത് പറഞ്ഞു സിദ്ധു സഹായിക്കും. കേൾക്കാൻ നല്ല സുഖമുണ്ട്. നമ്മൾ ഇല്ലാത്ത ലോണൊക്കെ ഉണ്ടാക്കി വലിയ അടിപൊളി വീട് വെക്കുന്നതാണ് മലയാളികൾ കാണിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം. അതെന്ത്? ആ എടാ, നമ്മളെ കയ്യിലില്ലാത്ത കാശിന് വലിയ അണ്ടപ്പരപ്പ് വീടൊക്കെ വെച്ച് ഭയങ്കര കാശൊക്കെ മുടക്കി അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ ലോൺ എടുത്തിട്ടും കുറേ പൈസ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ചിട്ടായിരിക്കും ചെയ്യണത്. താമസിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും, പക്ഷേ താമസിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല. കടം കിടക്കണോണ്ടേ പിന്നെ അവസാനം എന്ത് ചെയ്യും? സൂയിസൈഡ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് പലക്കെ സംഭവിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങളേ. ആ പിന്നല്ലാണ്ട് നമ്മളെ കൊക്കിൽ ഒതുങ്ങുന്ന പോലെ ജീവിച്ചാൽ പോരെ മോനെ. വെറുതെ എന്തിനാണ് ആർഭാടം കാണിക്കണത്? ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് സമാധാനവും സന്തോഷം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കാൻ. ആ ആ പടവലത്തുനിന്ന് അമ്മ. അമ്മ ഇതമ്മ. ആ അടിക്ക. ബാലു ഇവിടെ ഉണ്ട്. ഇല്ല അടുക്കളല്ല, അപ്പുറത്തുണ്ട്. എന്താ അമ്മ? ആ ലച്ചു ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓ ആ അതവള് പോണ്ട് കുഴിപ്പള്ളത്തല്ലേ? അത് ശനിയാഴ്ച പോവും. ആ അത് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം തന്നെയാണ്. ആമ്മ പോവാം. ഓ അതൊക്കെ പിന്നെയുള്ള കാര്യമല്ലേ അമ്മ. ഓ ശരി ആ ഇപ്പോഴേ ടെൻഷൻ അടിക്കണ്ട. ഓ ശരി. സ്പെഷ്യൽ കോളാണെന്ന് കേട്ട്. അല്ല അമ്മ വിളിച്ചതേ ഈ ലച്ചുവിൻ്റെ കാര്യം പറയാൻ. അതായത് കുഴിപ്പള്ളത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വിളി ശനിയാഴ്ച പോകുന്നുണ്ട്. അപ്പോൾ അവളെ ഒറ്റയ്ക്ക് മാത്രം പോയാൽ പോരാ, നമ്മളും കൂടെ പോകണമെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളവിടെ പോകുന്നത് നല്ലതാണ്. ഇത്രയും നല്ല ബന്ധം കിട്ടിയത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണെന്നാണ് പറയണത്. ഇത്രയും നല്ല വീട്ടുകാരെവിടെയുള്ളതെന്ന് അമ്മ ചോദിക്കണേ. എന്തായാലും ലച്ചുവിൻ്റെ കാര്യം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് നടന്നെന്ന് അമ്മ പറഞ്ഞു. പിന്നെ ഇനി ബാക്കിയുള്ള കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ആ ബാലുവിൻ്റെ അടുത്തൊരു കാര്യം സ്പെഷ്യലായിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ലോട്ടറി അടിച്ചു എന്ന് കരുതി ഇനിയും ലോട്ടറി അടിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഇനിയും ലോട്ടറി അടിച്ച് പ്രതീക്ഷിക്കണ്ടെന്നാ? സംസാരം അത് അല്ല ലച്ചുവിൻ്റെ കാര്യം കൊണ്ട് പറഞ്ഞതാണ്. ഒരിക്കൽ ലോട്ടറി അടിച്ചു എന്ന് കരുതി ഇനി അതേപോലത്തെ നല്ല ബന്ധം വരണമെന്നില്ലല്ലോ. നമ്മൾ കയ്യിൽ വലിയ കാശൊന്നും വെച്ചിട്ടല്ലല്ലോ ഇവളുടെ കല്യാണമൊക്കെ നടത്തിയത്. എന്നാലും കളവിലെ വർത്താനം കൊള്ളാം. അല്ല അച്ഛാ, അമ്മ പറഞ്ഞാൽ ഒരു കണക്കിന് ഭാഗ്യമാണ് ബന്ധം. അവര് നമ്മുടെ സ്ത്രീ ചോദിച്ചില്ലല്ലോ. അല്ലെ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ മോളല്ലേ? അതിന് നമ്മൾ എതിരാണല്ലോ. പിന്നെ ഇല്ലാണ്ട് എടാ എന്തായാലും ഇപ്പോഴും ഒളിഞ്ഞു മറിഞ്ഞൊക്കെ ഈ സ്ത്രീധനങ്ങൾ ചോദിക്കണമുണ്ട്, എല്ലാം നടക്കണമുണ്ട്. പക്ഷേ എൻ്റെ മോക്ക് ഞാൻ സ്ത്രീധനമൊക്കെ ഒന്നും കൊടുക്കൂല, അല്ലാതെ ഞാൻ കൊടുക്കും. അല്ലാതെ കൊടുത്താൽ തന്നെ എത്ര കൊടുക്കും? ഒരു കണക്കിന് ലച്ചുവിൻ്റെ കല്യാണം ഭാഗ്യം കൊണ്ട് നടന്നു എന്ന് പറയാം. എന്ത് ഭാഗ്യം? നമ്മുടെ കഷ്ടപ്പാടിനൊരു വിലയില്ലേ? ഈ ബാമിൻ്റെ സംസാരമാണ് എനിക്ക് പിടിക്കാത്തേട്ടാ. അവർ ചെയ്യണൊക്കെ അങ്ങ് കഷ്ടപ്പെട്ടാണ് ചെയ്യണത്. നമ്മൾ ചെയ്യണൊക്കെ ലോട്ടറി അടിച്ചും ഭാഗ്യം കൊണ്ടും. അത് കൊള്ളാല്ലേ? എവിടെ ഞാൻ അവിടെ വായറയ്ക്കും മര്യാദയ്ക്ക് വയ്ക്കാൻ പറ. അയ്യടാ കല്യാണത്തിന് വിട്ട പാടാ നമുക്കറിയാം. അമ്മ അച്ഛൻ ദേഷ്യപ്പെട്ടാട്ടെ പോയേക്കണേ. ഞാൻ കാണിച്ച മണ്ടത്തര് അമ്മ വിളിച്ച കാര്യം പറയണ്ടായിരുന്നു. അമ്മ എന്തിനാ പറയാൻ പോയത്? എടാ ഞാൻ ഒരു തമാശയൊക്കെ അങ്ങ് പറഞ്ഞു പോയതാണത്. അത് വലിയ സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞതല്ല. അത് നിങ്ങൾ അച്ഛൻ ഇങ്ങനെ അത്രയും സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതിയത്. ഞാൻ പോണു. ഓ ഇനി എന്നെ അവിടെ പിടിച്ചു നിർത്തുമെന്തോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛൻ അച്ഛൻ്റെതായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്രയും തരംതാഴ്ത്തി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനായോണ്ട് കൊള്ളാം, അല്ലെങ്കിൽ കാണിച്ചു തരുമായിരുന്നു അച്ഛൻ. അച്ഛനെ പറഞ്ഞത് മോന് പിടിച്ചില്ല. ഞാൻ പോണു. അമ്മ ഞാനും പോണു കേട്ടോ. ഞാൻ പിന്നെ വരാം. എനിക്കിനെ പോകാനില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ.